പക്ഷേ ശ്രീ രാജു പി നായർ, നിങ്ങൾ ഇറക്കിയ ധവള പത്രത്തിൽ തന്നെ ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൽ ആദ്യഘട്ടത്തിൽ പറയുന്നത് KSRTC ആണ്. എല്ലാ വർഷങ്ങളിലും അവലോകനം ചെയ്യുന്ന എല്ലാ വർഷങ്ങളിലും KSRTC നഷ്ടം നേരിട്ടു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇത് കാലക്രമേണ നഷ്ടങ്ങൾ സ്ഥിരമായി കുന്നുകൂടുന്നതിലേക്ക് നയിച്ചു എന്ന പട്ടികയുടെ അവസാന വരിയിൽ പ്രതിഫലിക്കുന്നു. അതായത് പട്ടിക കാണിക്കുന്നുണ്ട്. ഈ സഞ്ചിത നഷ്ടങ്ങൾ കോർപ്പറേഷന്റെ അറ്റ മൂല്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വർദ്ധിക്കുകയും ഈ കാലയളവിൽ ഉടനീളം അത് നെഗറ്റീവായി തുടരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. KSRTCയുടെ തുടർച്ചയായ ദുർബലമായ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ ധനകാര്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായ ബജറ്റ് പിന്തുണയിലൂടെ നിലവിൽ തന്നെ പരിമിതമായ സംസ്ഥാനത്തിന്റെ ധനകാര്യ വിഭവങ്ങളുടെ മേൽ ഇത് വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, പൊതുഗതാഗത സേവനങ്ങൾ വിപുലീകരിക്കാനും നവീകരിക്കാനും ആവശ്യമായ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള കോർപ്പറേഷന്റെ ശേഷിയെ ഇത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. സുസ്ഥിരമായ ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കാലാവസ്ഥാ അതിജീവന ശേഷിയും പരിസ്ഥിതി സൗഹൃദമായ സമൂഹത്തിലേക്കുള്ള സംസ്ഥാനത്തിന്റെ മാറ്റം ത്വരിതപ്പെടുത്താനും വിശ്വസനീയവും കാര്യക്ഷമമായ ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ വികസനം അത്യന്താപേക്ഷിതമായ കാലഘട്ടത്തിൽ ഇത് ആശങ്കാജനകമാണ് എന്നാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ തന്നെ നടുവൊടിഞ്ഞിരിക്കുന്ന KSRTC, ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ തന്നെ പണം നൽകേണ്ടി വരുന്ന KSRTC, ഇപ്പോൾ ഇതിനകം തന്നെ മാസം 70 കോടി, അത് വർഷമെടുക്കുമ്പോൾ 800 കോടി നഷ്ടമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതി കൂടി വരുമ്പോൾ എങ്ങനെ അതിനൊരു ഒരു മാനേജ്മെന്റ് മാത്രമല്ല, അതിനൊരു മനസ്സിലൊരു കണക്കുണ്ടാകണമല്ലോ. മുഴുവൻ സർക്കാരിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റാത്ത നിലവിൽ തന്നെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗജന്യം വരുമ്പോൾ അതിലപ്പുറം കണക്കുകൾ വരുന്നു. എങ്ങനെയാണ് അതുകൂടി ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ? അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. KSRTCക്ക് അല്ലല്ലോ ഇതിൻ്റെ ബാധ്യത. അതുകൊണ്ടാണ് KSRTC ആ ടിക്കറ്റിംഗ് നടത്തുമ്പോൾ ടിക്കറ്റിങ്ങിലൂടെ സ്ത്രീ യാത്രക്കാർ എത്ര പേരുണ്ടെന്നുള്ളതും അവർക്ക് വരുന്ന അതിൻ്റെ ടോട്ടൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് സർക്കാർ കൊടുക്കല്ലേ. സർക്കാർ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടല്ലേ നടപ്പാക്കുന്നത്. അപ്പോൾ KSRTC സംബന്ധിച്ചോളം KSRTCക്ക് നഷ്ടമില്ല, ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നില്ല. ആ പണം സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് KSRTCയുടെ നഷ്ടവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. KSRTCയെ സംബന്ധിച്ചോളം അത്രയും സ്ത്രീ യാത്രക്കാരുടെ ലഭിക്കേണ്ട പണം, ആ പണം സർക്കാർ അവർക്ക് KSRTCക്ക് കൊടുക്കും. അങ്ങനെയാണല്ലോ ചെയ്യുക.